ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ഒരുപാട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. പിന്നെ ഞാൻ ഹൃദ്യമായ സ്വാഗതം എന്ന് പറഞ്ഞത് കേൾക്കാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇന്നത്തെ നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ രാവിലെ ഉറക്കം ചോറ് തോന്നിട്ടില്ല. നമ്മൾ രാവിലെ കുളിക്കും ബാക്കി കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഡോറ് തുറന്നിടാറ്. നമ്മൾ ഇങ്ങനെ ഡോർ തുറന്നിട്ട് നമ്മൾ കിച്ചണിലായിട്ട് ഇരിക്കുമ്പോഴേ ആരെങ്കിലും അങ്ങോട്ട് കയറി കൂടിയാൽ ഞാൻ അറിയുന്നതോ ഒന്ന് അവർ പേടി കാരണം കൊണ്ടാണ് കേട്ടോ. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും എനിക്കൊരു പേടിയാണ്. അപ്പൊ ഞാൻ ഏകദേശം രാവിലെ കാര്യങ്ങൾ ഡോറ് തുറന്നു. അപ്പൊ എന്തായാലും ഡോറ് തുറന്നു വന്ന സ്ഥിതിക്ക് ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും പ്രൊമോഷനാണെന്ന്. പ്രൊമോഷനൊന്നുമല്ലേ, ചില ആൾക്കാർക്ക് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ കാണുന്ന ഇഷ്ടമുണ്ടാവും. നമ്മൾ ചില വീഡിയോകളിലൊക്കെ ഈ അൺബോക്സിങ് വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലോ അപ്പം ഞാൻ കാണിച്ചു തരാവേ. ഇത് ഞാനേ ഷൈജാത്തൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടായിരുന്നില്ലേ, അളിയൻ്റെ ഏട്ടൻ്റെ മോൻ്റെ. അപ്പോൾ ഷൈജാത്തൻ്റെ കയ്യിലെ ഹാൻഡ് ബാഗ് കണ്ടതാണ് കേട്ടോ. അപ്പം തന്നെ പിടിച്ചു പിടിയാലേ ഷൈജാത്തൻ്റെ ഹാൻഡ് ബാഗ് ഞാൻ പിടിച്ചു വാങ്ങിയെന്നുള്ളതല്ല, ഷൈജാത്തൻ്റെ ഹാൻഡ് ബാഗിൻ്റെ ലിങ്ക് ഞാൻ വാങ്ങിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. ഇത് ആമസോണിൽ നിന്ന് വന്ന സാധനം കേട്ടോ. നല്ല ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ഇതാണ് കേട്ടോ, ഹാൻഡ് ബാഗാണ് കേട്ടോ. ഓ, ഷൈജാത്തൻ്റെ കയ്യിലിതേ റെഡ് കളറായിരുന്നു. ഞാൻ റെഡ് കളറല്ലേ ഓർഡർ ആക്കിയത്, റെഡ് കളറല്ലേ, ഈ ഒരു കളർ ഓർഡർ ആക്കിയത് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു ഹാൻഡ് ബാഗ് കിട്ടിയിട്ട് ഓക്കെ. ഇങ്ങനെ ഒരു ചെറിയ ഹാൻഡ് ബാഗ് രസമുണ്ട്, ഒരു ക്യൂട്ട് ഹാൻഡ് ബാഗ്. ഒരു ഫോണ്, ഒരു പേഴ്സ്, അങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഹാൻഡ് ബാഗ്. പക്ഷേ ഷൈജാത്തൻ്റെ കളർ ഭയങ്കര റെഡ് കളറാണ് കേട്ടോ. അതാണ് കുറച്ചുകൂടി ഭംഗി ഇതിനേക്കാളിലും. പക്ഷെ വേണ്ട, റിട്ടേൺ അയക്കണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. നോക്കട്ടെ, ഇതിൻ്റെ ഉള്ളിൽ പിന്നെ കുറേ കച്ചറ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പൈസ വെക്കാൻ പറ്റിയ പേഴ്സ്. അതല്ലെങ്കിൽ ഇതാ ഇത്രയും സ്പേസിൽ ഒരു ഹാൻഡ് ബാഗ്. ഓക്കെ, രസമുണ്ട്. നമുക്കിത് ഒരു പോയിൻ്റ് കൂടി ചെറുതാക്കാനുള്ള സാധനമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പോവാം. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കുണിഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അടുക്കളയ്ക്ക് പോയിട്ട് ബാക്കി ദോശയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. സായക്കുട്ടി നീറ്റില്ല കേട്ടോ. ഞാൻ അവനെ രാവിലെ ഇപ്പോൾ നേരത്തെ നീപ്പിക്കാറില്ല. നീപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓടിപ്പോയിട്ട് ഫോണിൻ്റെ മുകളിൽ പോയിട്ടിരിക്കും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നല്ല ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓർക്കും. അപ്പോൾ സായക്കുട്ടി നീക്കുന്നതിന് മുമ്പ് നമുക്ക് വേഗം ദോശയും കാര്യങ്ങളും ഉണ്ടാക്കട്ടെ കേട്ടോ. നമ്മുടെ ഈ ഹാളിലേ മൊത്തം 1 2 3 4 5 ബൾബുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഈ 5 ബൾബ് ഞാൻ കണ്ടോ, ഈ ഒരു ബൾബ് മാത്രമേ ഇടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇത്രേ വെളിച്ചുള്ളൂ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫുള്ള് ബൾബും ഇടും. അപ്പോൾ ഇവിടെ ഭയങ്കര പ്രകാശമായിരിക്കും. നമുക്കിപ്പോൾ AC കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതല്ലേ. അപ്പോൾ ഞാൻ ഈ വക ബൾബൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ല് എവിടെ എത്തുന്നാവോ. സാധാരണ നമ്മൾ കറണ്ട് ബില്ല് ഒരു 750 രൂപയാണ് കേട്ടോ. പക്ഷേ കറണ്ട് ബില്ല് എങ്ങനെ വരുന്നതെന്ന് കാണണം, നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ കെടുത്തി നമുക്ക് നേരെ കിച്ചണിൽ പോവാം. ഇനി നമുക്ക് കിച്ചണിൽ ഇതാ ഒരു ബൾബ്, പിന്നെ നമുക്ക് 2 ബൾബ്. അങ്ങനെ നമുക്ക് കിച്ചണിൽ നമുക്ക് 2 ബൾബ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ 2 ബൾബ് ഇടും, വീഡിയോ ഇല്ലാത്തപ്പോൾ ഒറ്റ ബൾബ്. അപ്പോൾ നമുക്ക് ഇന്ന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാം. സായിക്കുട്ടിയെ എവിടെ? സായ്മോന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നേരെ സിറ്റൗട്ടിലേക്ക് പോവും. എന്നിട്ട് അവിടെ പോയിട്ട് കുറേ നേരം ഇങ്ങനെ ധ്യാനിച്ചിരിക്കും. എവിടെയാടാ? അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പറ്റിയാണ് നോക്കാം കേട്ടോ. നമുക്കെന്തേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. നമ്മൾ ഇന്നലെ നല്ല ബീഫ് വരട്ടിയത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഗോതമ്പ് ദോശ കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റൗ ആണ് കത്തിച്ചു വെക്കട്ടോ. എന്താ കത്താത്ത് കുറച്ചോനെ. യെസ്, നമ്മളിത് ഇങ്ങനത്തെ ഒരു ലൈറ്റർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇത് നമുക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളിത് വാങ്ങിച്ചത് നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് അവരെനിക്ക് അയച്ചു തന്നിരുന്നു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് ആ ടിക്ക് നിൽക്കുന്ന കാട്ടിക്കും ഭയങ്കര ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. കണ്ടോ, ഈ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നമുക്ക് കാണേണ്ടതറിയില്ല, എൻ്റെ മുഖം പറ്റില്ല. കണ്ടോ, പവർ ഇങ്ങനെ വരും. ഓ, പറഞ്ഞ് നാക്കെടുത്തില്ല, അപ്പോഴേക്കും തന്നെ ചാർജ് കഴിഞ്ഞു. ഇത് C-ടൈപ്പ് ചാർജർ കൊണ്ടാണ് ചാർജ് ചെയ്യുക. ഞാൻ എന്തായാലും ഇത് ചാർജിൽ വെക്കട്ടെ കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ ഈ ലൈറ്റർ അല്ലാതെ വേറെ ലൈറ്റർ ഇല്ല ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഈ സമയം കളയാതെ ഇല്ലെങ്കിൽ ചാർജ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് തീ കത്തിക്കാൻ ഒരു വഴി ഉണ്ടാവില്ല. കണ്ടോ, ഇത് C-ടൈപ്പാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇതിന് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചാർജ് ആയിക്കോളൂ. ഓ, എന്നാലും എൻ്റെ ഒരു കരുതാക്കി ഇത്ര നല്ല സുഖമാണ്. അതാണ് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ചാർജ് ചെയ്യും.
നമ്മൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനുള്ള ഗോതമ്പ് ദോശൻ്റെ മാവൊക്കെ ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേറൊരു പാത്രത്തേക്ക് ഞാൻ ആക്കുന്നില്ല, കാരണം ഇതൊരു വേറെ പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പാത്രം കഴുകാനാവൂലേ. അപ്പോൾ നമുക്കിത് മിക്സിയിൽ നിന്ന് തന്നെ അങ്ങോട്ട് കോരി വെച്ച് സെറ്റാക്കാം. ഇപ്പോൾ എന്താണെങ്കിലും നമ്മളേ ഇതിൻ്റെ മറ്റേ ചാർജ് കഴിഞ്ഞ കാരണം കൊണ്ട് ഇപ്പോൾ ഈ സ്റ്റൗവിൻ്റെ ഈ നമുക്ക് ഇറച്ചിക്കരം ചൂടാക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് തീ കത്തിച്ചിട്ട് ഇപ്പോൾ ഇതാക്കേണ്ടി വരും. തീ കട്ടോ, കത്തിയിട്ടുണ്ട്. നമുക്കിത് തീ കൊടുക്കാം. യെസ്. ഇനി നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്യല്ലേ, അപ്പം നമുക്കൊരു രസം ഉണ്ടാവില്ലല്ലോ. നമ്മൾ ആദ്യമൊക്കെ കിച്ചണിൽ ജോലി ചെയ്തിരിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ ജാസിക്കുട്ടി കുളിക്കും, അല്ലെങ്കിൽ നെജിക്ക് കുളിക്കും. എന്നിട്ട് സംസാരിച്ചും കൊണ്ടായിരിക്കും എല്ലാ ജോലിയും ചെയ്യുക. അതിൽ പ്രത്യേകിച്ച് ജാസിക്കുട്ടിക്കും എനിക്കും ഇയർപോഡ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇയർപോഡ് വെച്ചിട്ട് അങ്ങനെ സംസാരിച്ചിട്ടാണ് ജോലി ചെയ്യുക. അപ്പോൾ ജാസിക്കുട്ടി യൂട്യൂബറായി, ഓളും ബിസിയായി. പിന്നെ ഇപ്പോൾ നെജിത്താക്കാണെങ്കിൽ മറ്റേ ഓളെ പേരക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഓളെ നോക്കേണ്ട തിരക്കിലൊക്കെ അറിയാം. അപ്പോൾ ആരും കിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല സ്പോട്ടിഫൈയിൽ നല്ലൊരു പാട്ട് വെച്ചിട്ട് അങ്ങോട്ട് ജോലികൾ ആരംഭിക്കാം. എന്തെങ്കിലും ഒരു ഒച്ചയും ബഹളം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ആ പാട്ട് ഇപ്പോൾ ഏതാ വെക്കാം? ഒരാൾ നീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവൻ്റെ തോർത്ത്. രാവിലെ മുഖം കഴിക്കുന്നത് എൻ്റെ ഈ പുറത്തൊന്ന് മുഖം തുറക്കണം, അതാണോ അതവൻ്റെ തോർത്ത്. ഈ ഡ്രസ്സ് കളർ പോകുന്ന സായിക്കുട്ടിയുടെ മുഖം റോസ് ആയിക്കണോ, ഞാൻ ഒരു പ്രാവശ്യം കഴുകിക്കണം. അതുകൊണ്ട് കളർ പോകണമെങ്കിൽ മനസ്സിലാവാൻ പറ്റും. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാവടിക്കാൻ പോകാം. ഞങ്ങൾ സിറ്റോട്ടിന് ചാവടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ബാഗ് അൺബോക്സ് ചെയ്തതിൻ്റെ കവറാണ്. സായിക്കുട്ടി നീക്കട്ടെ വിചാരിച്ചതന്നെ. സായിക്കുട്ടിൻ്റെ ഓരോ പണികളാണ് ഇതൊക്കെ. പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ കൊണ്ടിടണം ഓൻ്റെ പരിപാടികളാണ്. ആദ്യം നമ്മളെ ഇങ്ങോട്ട് താമസം മാറ്റുന്ന സമയത്ത് എപ്പോഴും ഈ സിറ്റൗട്ടിൽ വന്നിട്ടുണ്ട് ചാവടിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അകത്തുനിന്ന് കുടിക്കാറ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പറയുക, അവിടെ നിന്ന് വന്ന ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിറ്റൗട്ടിൽ നിന്ന് പറഞ്ഞ് ചാവടിക്കാം കേട്ടോ. ഇരിക്കേ, ഒരു 2 ദോശയൊക്കെ ആവാം. ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഡയറ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് 2-3-4 ദോശ കഴിക്കുന്നുണ്ട്. ഈ 2-3-4 ദോശ കഴിക്കുന്നത് നല്ലോണം എൻ്റെ മേത്ത് കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിരുന്ന സമയത്ത് കുറേ കൂട്ടുകാർ തടി കൂടിയല്ലോ ചോദിച്ചിട്ട് വന്നിരുന്നു. മറ്റേ അതിപ്പോൾ വർഷ പറഞ്ഞില്ലേ, വെറും വർഷ പറഞ്ഞ പോലെ നല്ലോണം തിന്നിട്ടാ നമ്മൾ നല്ലോണം അധ്വാനിക്കുന്നുണ്ട്. അപ്പം നല്ലോണം തിന്നണുണ്ട്. അപ്പം നമ്മൾക്ക് നല്ലോണം തടി വെക്കുന്നുണ്ട്. അതാ അടിപൊളി. അല്ലെങ്കിലും ബീഫ് നമ്മൾ വെച്ചാൽ നല്ല രസം. ബീഫ് വെച്ചതിൻ്റെ പിറ്റേ ദിവസക്കാർ ബീഫിൻ്റെ എല്ലാ രസം കൂടി ഇട്ട് ഇറങ്ങിയിട്ട് വരാം. പിന്നെ ഇത്ര രസമല്ല ബീഫും ദോശയൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കൂലേ നമ്മൾ. കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തടി വെക്കൂലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയും തടി കുറക്കണം. നമുക്ക് ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ചായ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകൽ, പിന്നെ കിച്ചൺ വൃത്തിയാക്കലൊക്കെ സായക്കുട്ടിയുടെ ജോലിയല്ലേ. സായക്കുട്ടിയെ ഞാൻ കിച്ചണൊക്കെ വൃത്തിയാക്കോട്ടോ. അമ്മ വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ അടുത്ത ജോലി എന്താണെന്നറിയോ, നമ്മളിതാ കുറേ തേങ്ങ ഞാൻ വെട്ടിപ്പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ദിവസം മുമ്പേ എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷനായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നും ഒന്നും അറിയാത്തൊരു ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് എപ്പോഴെങ്കിലും ഭയങ്കര സങ്കടം വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശരീരം വേർക്കുന്ന എന്തെങ്കിലും ചെയ്യാം. ആദ്യമൊക്കെ ഞാൻ കുറച്ച് വള്ളി ചാടുക ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിതക്കുമ്പോൾ കുറേ നെഗറ്റീവ് എനർജി പോണ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു ഫീലിങ്സാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം മുമ്പ് ഇങ്ങനെ ഡിപ്രഷൻ ഇങ്ങനെ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയാത്തപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ തേങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങ ഒക്കെ ഇവിടുന്ന് താഴെ തേങ്ങ വെച്ചിരുന്നു.
തേങ്ങ ഒക്കെ ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് ഒരു 5 എണ്ണം കേട്ടോ 5 തേങ്ങ ഒക്കെ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി അത് പൊളിച്ചിട്ട് ടെറസിൻ്റെ മുകളിൽ തന്നെ അത് ആ തേങ്ങ ഒക്കെ വെട്ടി അങ്ങനെ വെട്ടി പൊളിച്ചിട്ട് മറ്റേ ഇങ്ങനെ നമ്മൾ ഈ ഫുഡ് പ്രോസസ്സർ ഇല്ലേ നമ്മുടെ ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ ഒരു 5 തേങ്ങ ഞാൻ പൊളിച്ച് സെറ്റാക്കി വെച്ചിരുന്നത് കേട്ടോ. ഒരു തേങ്ങ എടുത്തിട്ട് ഞാനൊന്ന് പായസം വെച്ചു. എന്നിട്ട് അതായത് എനിക്ക് ശരീരം നല്ല വേർക്കും വേണം, എന്തെങ്കിലും മധുരം കഴിക്കും വേണം. അത് എനിക്ക് ബേക്കറി അമ്മാതിരി സാധനങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ടത് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അത് എനിക്ക് ഞാനുണ്ടാക്കിയ എന്തെങ്കിലും സ്വീറ്റ്സാണ് ഇഷ്ടം. എനിക്ക് സ്വീറ്റ്സ് ഞാൻ ഉണ്ടാക്കിയത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വേറെ ഫുഡൊക്കെ വേറെയുള്ളവർ ഉണ്ടാക്കിയത് ഇഷ്ടം, പക്ഷേ സ്വീറ്റ്സ് എനിക്ക് ഞാൻ ഉണ്ടാക്കിയതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്കെപ്പോഴും തോന്നാറ് കേട്ടോ. സ്വീറ്റ്സ് ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു 3-4 തേങ്ങ പൊളിച്ചിട്ട് ഇതാക്കി വെച്ചതാണ്. ഇത് നമുക്ക് തേങ്ങ അങ്ങനെ വറുത്തരച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ അന്ന് നോമ്പിനുണ്ടാക്കിയിരുന്നു. അതുപോലെ നമുക്ക് തേങ്ങ വറുത്തരക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നീക്കുമ്പോൾ ഒരു മറ്റേ എന്താ പറയുക കടലക്കറിയോ കടലയും പരിപ്പൊക്കെ കടലയും ഇങ്ങനത്തെ കടലക്കറി ഉണ്ടാക്കുന്ന 2-3 തരം കടല എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ രാവിലെ അടുക്കളയ്ക്ക് വരാൻ നേരത്തെ അത് ഉണ്ടാക്കാൻ ഒരു മടിയക്കാരിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കൂല. അപ്പോൾ നമ്മളിങ്ങനെ വറുത്തരച്ച തേങ്ങ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരക്കണം കേട്ടോ. അത് വറുത്തരക്കല്ല, തേങ്ങ വറുത്ത് വെക്കാം. നമ്മൾ സാധാരണ തേങ്ങ വറുക്കുക നമ്മൾ ചട്ടിയിലൊക്കെ ഇട്ട് വറുത്തിട്ടല്ലേ. ഇത് നമുക്ക് എയർ ഫ്രയർ ഉണ്ട്, നമുക്ക് OTG ഉണ്ട്. ഇപ്പോൾ ഇതിലേതിലിട്ടിട്ടാണ് ഈ തേങ്ങ വറുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എയർ ഫ്രയറിൽ തേങ്ങ ഇട്ടപ്പോഴാണ് മനസ്സിലായത് തേങ്ങ കുറേ ഉണ്ട്. അപ്പോൾ എയർ ഫ്രയറിൽ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലേ നമുക്ക് കുറേ സമയം പിടിക്കും. അപ്പോൾ നമുക്ക് OTGയിൽ OTGയിൽ നമുക്ക് തേങ്ങ വറുക്കാം കേട്ടോ. തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മല്ലിപ്പൊടി, വലിയ ജീരകം, പിന്നെ വേപ്പിൻ്റെ ഇല വേണമല്ലോ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇന്നുമോളെ വീഡിയോ കണ്ടിരുന്നില്ലേ എല്ലാവരും? വീഡിയോ കാണാത്തവരുണ്ടാവും കേട്ടോ. നമ്മുടെ ഇന്നുമോൾക്ക് ചാനലുണ്ട്, ഇന്നൂസ് എന്നാണ് ഓളെ ചാനലിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഓള് ചാനൽ കാണിച്ചിരുന്നു. ഓൾ അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് കൊടുന്ന് വേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഈ വേപ്പില ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിന്ന് ഈ വേപ്പിലയും മല്ലിപ്പൊടിയും പിന്നെ വലിയ ജീരകവും ഒക്കെ ഇട്ടിട്ട് നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ട് നമുക്ക് തേങ്ങ വറുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ മസാലയും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് OTGയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു കേട്ടോ. ചാർജ് കഴിഞ്ഞ കാരണം കൊണ്ട് എനിക്ക് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്താണെങ്കിലും നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. സായിക്കുട്ടി സമ്മർ ക്യാമ്പിന് പോയി കാണും. അവന് എന്നും 3 മണി മുതൽ 6 മണി വരെ സമ്മർ ക്യാമ്പ് ഉണ്ടാവും. അപ്പോൾ പിന്നെ സായിക്കുട്ടി വരാൻ ഏകദേശം സമയമാവും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇന്നൊന്ന് താഴത്തേക്ക് ഇറങ്ങിയതാണ്. കാരണം കുറേ ദിവസമായി ഞാൻ സായിക്കുട്ടിനെ മാത്രമേ ഞാൻ കാണാറുള്ളൂ. വേറെ മനുഷ്യന്മാരെയും കാണാറില്ല, വെയിലും കൊള്ളാറില്ല. എൻ്റെ വൈറ്റമിൻ D3 ഒക്കെ വളരെ കുറവായിരിക്കും. ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. എനിക്കതിൻ്റെ ഒരു ബാക്ക് പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് താനും. അങ്ങനെ അപ്പം ഞാനിട്ട ഡ്രസ്സുകൾ എന്തായാലും ചോദിക്കുന്നുള്ളത് എനിക്കറിയാം. ഇത് ഭയങ്കര കംഫർട്ടബിളായ നല്ലൊരു ചുരിദാറാണ് കേട്ടോ. ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ച പ്രൊഡക്റ്റൊക്കെ ഞാനിവിടെ ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്നും കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കും ഭയങ്കര ചൂടും അതിനനുസരിച്ച് വേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ തടി കൂടിയതും കാരണമായിരിക്കും. എനിക്ക് ഭയങ്കര കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിന്ന് വൈകുന്നേരം ആയതല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണം. കാരണം സായക്കുട്ടി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കാൻ ഓനക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും സവാളയും മല്ലിയിലും എൻ്റെ കയ്യിൽ കിട്ടിയ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഇപ്പം കേടുവരുമെന്ന് തോന്നിയ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അതാണ് ഈ ഉപ്മാവിൻ്റെ പ്രത്യേകത. അതായത് നമ്മൾ റവ വറുത്തിട്ട് അതേ റവയ്ക്ക് നമ്മൾ തിളച്ച വെള്ളം ചേർത്തിട്ടാണ് ഈ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിന് മേമ്പൊടി ആയിട്ടൊരു ബൂസ്റ്റും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ തടി കൂടാതിരിക്കുമോ? ഇനി ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്യണം. ജിമ്മിൽ പോകുമ്പോൾ നമ്മളേ തടി കുറക്കണം എന്നില്ല, ആ ഒരു ലെവലിലേക്ക് ഇങ്ങോട്ട് എത്തും. അങ്ങനെ അപ്പം ഞാനും എൻ്റെ സായിക്കുട്ടിയും കൂടി ഉപ്മാവ് കഴിക്കട്ടെ. നമുക്കിനി അടുത്ത വിശേഷവുമായിട്ട് ഉടനെ കാണാം കേട്ടോ. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്തെ കമൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ എനിക്കും വേണം വോയിസ് റിപ്ലൈ പറഞ്ഞിട്ട് പലരും വരാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും വോയിസ് റിപ്ലൈ അയക്കാൻ എനിക്ക് ഇഷ്ടമുള്ളൂ. പക്ഷെ എന്തെന്ന് വെച്ചാൽ നമുക്ക് സമയക്കുറവ് ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മൾ
നമ്മളൊരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാവർക്കും നമ്മൾ കമൻറ്റും വോയിസ് റിപ്ലൈയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇടുമ്പോൾ 1 മണിക്കൂറിൻ്റെ അകത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ.